ഓപ്പോ റെനോ 11F എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 11F എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11F 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ അമുല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 93.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1100 നിറ്റ്സ് ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 177 ഗ്രാമാണ്. അത്യാവശ്യം വെയിറ്റ് കുറവാണ്. തിക്നെസ് വരുന്നത് 7.54 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ പാം ഗ്രീൻ, ഓഷ്യൻ ബ്ലൂ അതുപോലെ തന്നെ കോൾ പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. തായ്ലാൻഡിലെ ഈ ഫോൺ ഏകദേശം 25,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 14 ബേസിലുള്ള ColorOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സലിൻ്റെ OmniVision OV64B മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് സോണി IMX355ൻ്റെ സെൻസറാണ്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇത് സോണി IMX615ൻ്റെ സെൽഫി ക്യാമറയാണ്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തായ്ലാൻഡിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 25,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓപ്പോ F25 എന്നുള്ള പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിലും ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം. എന്തായാലും ഓപ്പോ റെനോ 11F 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പോ F25 എന്ന പേരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.